ഇറ്റലിയിൽ 1227 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. വിശുദ്ധ അന്തോണീസിന്റെ ജീവചരിത്രത്തിൽ നിന്നാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ വിവരണം നമുക്ക് ലഭിക്കുന്നത്. തിരുവോസ്തിയിലെ യേശു സാന്നിധ്യം വിശ്വസിക്കാത്തവരും കത്തോലിക്കരല്ലാതിരുന്ന നാസ്തികരുമായ ഒരു കൂട്ടം ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഒരിക്കൽ വിശുദ്ധ അന്തോണീസ് പ്രസംഗിക്കുകയായിരുന്നു. തിരുവോസ്തിയിലെ യേശു സാന്നിധ്യത്തെക്കുറിച്ചായിരുന്നു വിശുദ്ധന്റെ പ്രസംഗം. തിരുവോസ്തിയിൽ യേശു സന്നിഹിതനാണെന്ന് വിശുദ്ധ അന്തോണീസ് നിരവധി ഉദാഹരണങ്ങളിലൂടെയും സഭാപ്രബോധനങ്ങളിലൂടെയും പ്രസംഗിച്ചിട്ടും അവർ വിശ്വസിച്ചില്ല. ഈ സമയം നാസ്തികരുടെ നേതാവായ ബോനവില്ലോ വിശുദ്ധ അന്തോണീസിനെ വെല്ലുവിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഓസ്തിയിൽ അടങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരം തന്നെയാണെന്ന് ഞങ്ങളെ കാണിക്കുക. അങ്ങനെ കാണിച്ചാൽ ഞാനും എൻ്റെ അനുയായികളും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചുകൊള്ളാം. തുടർന്ന് ആ മനുഷ്യൻ തന്നെ വിശുദ്ധ അന്തോണീസ് എപ്രകാരമുള്ള അത്ഭുതമാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞു, എൻ്റെ കഴുതകളിൽ ഒരെണ്ണത്തിനെ 3 ദിവസം ഞാൻ പട്ടിണിക്കിടാം. 3-ാം ദിവസം ജനങ്ങളുടെ മുൻപിൽ വെച്ച് കഴുതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കഴുതയെ കാണിക്കും. അപ്പോൾ നിങ്ങൾ തിരുവോസ്തിയുമായി കഴുതയുടെ മുൻപിലേക്ക് വരണം. ഞാൻ നീട്ടുന്ന ഭക്ഷണം ഉപേക്ഷിച്ച് കഴുത തിരുവോസ്തിയെ നോക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ അനുയായികളും നിങ്ങളുടെ വിശ്വാസത്തിൽ ചേർന്നുകൊള്ളാം. ഈ വെല്ലുവിളി വിശുദ്ധ അന്തോണീസ് ഏറ്റെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട ദിവസവും സമയവും വന്നെത്തി. വിശുദ്ധ അന്തോണീസും ബോനവില്ലയും അദ്ദേഹത്തിൻ്റെ നാസ്തികരായ അനുയായികളും ഒപ്പമെത്തി. ഒരു വൻ ജനാവലിയും അവിടെ ഉണ്ടായി. ആ ഗ്രൗണ്ടിന് നടുവിൽ ഒരു കഴുതയെ കെട്ടിയിരുന്നു. 3 ദിവസമായി പട്ടിണി കിടക്കുന്ന കഴുത അവശനായിരുന്നു. അത് ഭക്ഷണത്തിനായി ചുറ്റും ഓടിക്കൊണ്ടിരുന്നു. ഒപ്പം അലറിക്കരയുകയും ചെയ്തിരുന്നു. ഈ സമയം ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്ത് വിശുദ്ധ അന്തോണീസും ബോനവില്ലയും പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധൻ്റെ കയ്യിൽ ഒരരുളിക്കയിൽ തിരുവോസ്തിയും നാസ്തികൻ്റെ കയ്യിൽ കഴുതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ജനക്കൂട്ടം ആർത്തു വിളിച്ചു. കഴുതയാകട്ടെ എന്താണ് നടക്കുന്നത് എന്നറിയാതെ അലറിക്കരഞ്ഞ് 4 പാടും ഓടിക്കൊണ്ടിരുന്നു. വിശുദ്ധ അന്തോണീസ് എല്ലാവരോടും നിശബ്ദരായിരിക്കാൻ പറഞ്ഞിട്ട് കഴുതയുടെ നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, അവിടുത്തെ കൈകളിൽ വഹിക്കാൻ പോലും അയോഗ്യനായ ഞാൻ പറയുന്നു, നിന്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഉടൻ തന്നെ മുന്നോട്ട് വന്ന് എല്ലാ ബഹുമാനത്തോടും കൂടി ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ എല്ലാ നാസ്തികരും തിന്മ പ്രവർത്തികൾ ചെയ്യുന്നവരും മനസ്സിലാക്കട്ടെ, അൾത്താരയിൽ വൈദികൻ്റെ കൈകളിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ നിന്റെ സൃഷ്ടാവായ ദൈവം സന്നിഹിതനായിരിക്കുന്നുവെന്ന്. തുടർന്ന് അരുളിക്ക കഴുതയുടെ നേരെ ഉയർത്തിപ്പിടിച്ചു. ഈ സമയം ബോനവില്ലോ തൻ്റെ കഴുതയെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പ്രത്യേക സ്വരം പുറപ്പെടുവിച്ചു. കഴുത അദ്ദേഹത്തെ നോക്കി. ഈ സമയം അദ്ദേഹം കഴുതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴുതയുടെ നേരെ നീട്ടി. ഒരാൾ കഴുതയെ കെട്ടിയിരുന്ന ചരട് അഴിച്ചുമാറ്റി. കഴുത സാവകാശം നടന്നെടുത്തു. എല്ലാവരും കരുതിയത് കഴുത ഭക്ഷണത്തിന് നേരെ നടക്കുമെന്നാണ്. എന്നാൽ തൻ്റെ യജമാനൻ വെച്ചു നീട്ടിയ ഇഷ്ടഭക്ഷണത്തെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കഴുത ദിവ്യകാരുണ്യത്തിനരികിലെത്തി ദിവ്യകാരുണ്യത്തെ വണങ്ങി. നമുക്ക് പ്രാർത്ഥിക്കാം. വിശന്നു വലഞ്ഞ കഴുതയെക്കൊണ്ടുപോലും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കാൻ വലിയ അത്ഭുതം പ്രകടിപ്പിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, സർവസൃഷ്ടിജാലങ്ങളും അങ്ങയെ വണങ്ങാനും ആരാധിക്കാനും ഇടയാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.